പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ ജിജി കലാമന്ദിർ. ഒരു 1.5 ആഴ്ച മുമ്പ് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വാർത്ത. ഒരു പിഞ്ചു കുഞ്ഞിന്, ചെറിയൊരു കുട്ടിയെ, ആ കുഞ്ഞിന് ജന്മം നൽകിയ അമ്മയും അമ്മയുടെ കാമുകനോ അല്ലെങ്കിൽ ഭർത്താവോ എന്നൊക്കെ പറയാവുന്ന ഒരാളും കൂടി ചേർന്ന് വളരെ ഭീകരമായിട്ട് ആ കുഞ്ഞിനെ ശാരീരികമായിട്ട് ഉപദ്രവിച്ച് ഒടുവിൽ ആ കുഞ്ഞ് കൊല ചെയ്യപ്പെട്ടു. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 3-4 ദിവസമായിട്ട്, ഈ വാർത്ത അറിഞ്ഞതിന് ശേഷം 3-4 ദിവസമായിട്ട് ഉറക്കം പോലും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. കാരണം ഞാനും ഒരു അച്ഛനാണ്, ഒരു 2ാം ക്ലാസ്സുകാരനായിട്ടുള്ള ആൺകുട്ടിയുടെ അച്ഛനാണ്. എൻ്റെ ഉപജീവന മാർഗം ഞാൻ നേടുന്നത് വാക്കുകളിലൂടെയാണ്, എഴുത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനെന്ന് പറയുന്ന മനുഷ്യൻ്റെ പ്രതിഷേധം ഈ സമൂഹത്തിനെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. ഇത് ഒരു കവിതയാണ്. ബോധപൂർവം എഴുതിയതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല. മനസ്സിൽ തോന്നി, എഴുതണമെന്ന് തോന്നി, അറിയാതെ എഴുതിപ്പോയതാണ്. പക്ഷെ അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതെൻ്റെ പ്രതിഷേധമാണ്. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ, ഒരു കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ള നിലയിൽ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് ഈ കവിത നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കണം എന്നുള്ളത് ഞാനെന്ന് പറയുന്ന കലാകാരൻ്റെ, എഴുത്തുകാരൻ്റെ പ്രതിഷേധമാണ്. കവിതയുടെ പേര് പാൽമണം. പാൽമണം. എങ്ങനെ നീ നിന്റെ കൈകൊണ്ടൊരാശലഭ ചിത്രച്ചിറകിനെ കീറിക്കളഞ്ഞു, എങ്ങനെ നീ നിന്റെ കൈകൊണ്ടൊരാശലഭ ചിത്രച്ചിറകിനെ കീറിക്കളഞ്ഞു, എങ്ങനെ നീ നിന്റെ കൈകൊണ്ടൊരാ മഴത്തുമ്പിതൻ വാലിനെ നുള്ളിക്കളഞ്ഞു, എങ്ങനെ നീ നിന്റെ കൈകൊണ്ടൊരാ മഴ തുമ്പിതൻ വാലിനെ നുള്ളിക്കളഞ്ഞു, എങ്ങനെ നീ ഹൃദയ താരാട്ടുപാട്ടിൻ്റെ പാൽമണച്ചന്തത്തെ പിച്ചിയെറിഞ്ഞു, എങ്ങനെ നീ ഹൃദയ താരാട്ടുപാട്ടിൻ്റെ പാൽമണച്ചന്തത്തെ പിച്ചിയെറിഞ്ഞു. വെളിയിൽ കളിപ്പാട്ടമൊന്നുമേ മിണ്ടാതെ ആ മണിക്കുഞ്ഞിൻ കിനാവായി കിടന്നു, വെളിയിൽ കളിപ്പാട്ടമൊന്നുമേ മിണ്ടാതെ ആ മണിക്കുഞ്ഞിൻ കിനാവായി കിടന്നു. പാൽക്കുപ്പി പോലും പകച്ചുപോയി, പാൽക്കുപ്പി പോലും പകച്ചുപോയി, വിഷച്ചാറോ നിറച്ചത് നീ എന്നിലായി, വിഷച്ചാറോ നിറച്ചത് നീ എന്നിലായി. എങ്ങനെ നീ നിന്റെ ഗർഭപാത്രത്തിനെ വഞ്ചിച്ചതെന്റെ ആ പെറ്റതള്ളേ, എങ്ങനെ നീ നിന്റെ ഗർഭപാത്രത്തിനെ വഞ്ചിച്ചതെന്റെ ആ പെറ്റതള്ളേ. മഞ്ചാടി മണികളുടെ കണ്ണിൽ കുരുങ്ങുന്ന ചെമ്പരത്തിച്ചോര ചോദ്യമാകും, മഞ്ചാടി മണികളുടെ കണ്ണിൽ കുരുങ്ങുന്ന ചെമ്പരത്തിച്ചോര ചോദ്യമാകും. കുന്നിക്കുരുമണിക്കൂട്ടമണി ചേർന്ന് നിങ്ങൾക്കെതിരെ സമരമാകും, കുന്നിക്കുരുമണിക്കൂട്ടമണി ചേർന്ന് നിങ്ങൾക്കെതിരെ സമരമാകും. പൂതനമാലിനി ഭൂമിയിൽ വന്നാൽ മുലപ്പാൽ വലിച്ച് കുടിച്ചൊരാ പാലിൻ്റെ തായ്വേരറുത്തിടും കുഞ്ഞുങ്ങൾ ഞങ്ങൾ. പൂതനമാലിനി ഭൂമിയിൽ വന്നാൽ മുലപ്പാൽ വലിച്ച് കുടിച്ചൊരാ പാലിൻ്റെ തായ്വേരറുത്തിടും കുഞ്ഞുങ്ങൾ ഞങ്ങൾ. കംസക്കരങ്ങളുടെ കപട താരാട്ടിനി ഞങ്ങളുടെ നിദ്രയ്ക്ക് വേണ്ടാന്ന് പറയും, കംസക്കരങ്ങളുടെ കപട താരാട്ടിനി ഞങ്ങളുടെ നിദ്രയ്ക്ക് വേണ്ടാന്ന് പറയും. കണ്ണൻ ചിരട്ടയിലെ മണ്ണപ്പം അപ്പോഴും കുഞ്ഞിക്കരങ്ങളെ തേടിക്കരഞ്ഞു, കണ്ണൻ ചിരട്ടയിലെ മണ്ണപ്പം അപ്പോഴും കുഞ്ഞിക്കരങ്ങളെ തേടിക്കരഞ്ഞു. കണ്ണാന്തളിപ്പൂക്കൾ അങ്ങനെ അവരുടെ കഥകൾ പറയാൻ കൊതിച്ചിരുന്നു, കണ്ണാന്തളിപ്പൂക്കൾ അങ്ങനെ അവരുടെ കഥകൾ പറയാൻ കൊതിച്ചിരുന്നു. പിന്നെ നീ വന്നില്ല പൈതലിൻ പുഞ്ചിരി പൂമണമേറ്റൊരു കാറ്റോ തനിച്ച് മരിച്ചിരുന്നു, പിന്നെ നീ വന്നില്ല പൈതലിൻ പുഞ്ചിരി പൂമണമേറ്റൊരു കാറ്റോ തനിച്ച് മരിച്ചിരുന്നു. കൊല്ലുവാനെങ്ങനെ കൂട്ടുനിൽക്കുന്നു നീ നിൻ മുലപ്പാലിൻ്റെ മൂർച്ച കൊണ്ട്, കൊല്ലുവാനെങ്ങനെ കൂട്ടുനിൽക്കുന്നു നീ നിൻ മുലപ്പാലിൻ്റെ മൂർച്ച കൊണ്ട്.
ആ കുഞ്ഞു പക്ഷിയുടെ നിലവിളിയിലെങ്ങോ, ആ കുഞ്ഞു പക്ഷിയുടെ നിലവിളിയിലെങ്ങോ അമ്മ 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 എന്ന് അലമുറയിട്ട പ്രതീക്ഷയില്ലേ. ആ കുഞ്ഞു പക്ഷിയുടെ നിലവിളിയിലെങ്ങോ അമ്മ 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 എന്ന് അലമുറയിട്ട പ്രതീക്ഷയില്ലേ. എഴുതുവാനാകാതെ ഉരുകുന്ന ഹൃദയം, എഴുതുവാനാകാതെ ഉരുകുന്ന ഹൃദയം മതിയാക്കി തൂലിക മടക്കിടുന്നു. എഴുതുവാനാകാതെ ഉരുകുന്ന ഹൃദയം മതിയാക്കി തൂലിക മടക്കിടുന്നു. കൊല്ലാതിരിക്കുക 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 പിഞ്ചിളം കുഞ്ഞിൻ്റെ പുഞ്ചിരിയെ. കൊല്ലാതിരിക്കുക കൊല്ലാതിരിക്കുക പിഞ്ചിളം കുഞ്ഞിൻ്റെ പുഞ്ചിരിയെ. നന്ദി.